പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ തിരുനാമത്തിൽ ആമേൻ. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയാത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ യൂദാസ് 30 വെള്ളി നാണയങ്ങൾക്ക് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തീരുമാനിക്കുകയും അതിന് അവസരം പാർത്തിരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്തുകൊണ്ടാണ് പ്രധാന പുരോഹിതന്മാർ യേശുവിന് വിലയായി 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തത്? പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായത്തിൽ ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ വിൽക്കുന്നത്, അടിമയായി വിൽക്കുന്നത് 30 വെള്ളി നാണയങ്ങൾക്കാണ്. അപ്പോൾ 30 വെള്ളി നാണയങ്ങൾ എന്ന് പറയുന്നത് ഒരു അടിമയുടെ വിലയാണ്. വീണ്ടും നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 32-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ആരുടെയെങ്കിലും കാള ഒരുവൻ്റെ ദാസനെയോ ദാസിയോ മുറിവേൽപ്പിച്ചാൽ, കുത്തിക്കൊന്നാൽ അതിന് വിലയായി കാളയുടെ ഉടമസ്ഥൻ 30 വെള്ളി നാണയങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒരു ദാസൻ്റെയോ ദാസിയുടെ ജീവൻ്റെ വിലയാണ് 30 വെള്ളി നാണയങ്ങൾ. വീണ്ടും സക്കറിയ പ്രവചനം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ഒരുവൻ്റെ വിലയായി 30 ഷെക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ ഈ 30 വെള്ളി നാണയങ്ങൾ യേശുവിന് പകരമായി കൊടുക്കാമെന്ന് പറഞ്ഞാൽ, ഈ പ്രധാന പുരോഹിതന്മാരെ സംബന്ധിച്ച് യേശു ബാക്കി എല്ലാവരെയും പോലെ ഒരുവൻ മാത്രം, ഒരു അടിമയോ ഒരു ദാസനോ അല്ലെങ്കിൽ ഒരുവൻ്റെ ജീവനുള്ള തുച്ഛമായ വിലയോ ആയി മാത്രമാണ് അവർ 30 വെള്ളി നാണയങ്ങൾ പറയുന്നത്. ഈ 30 വെള്ളി നാണയങ്ങൾക്ക് യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് യൂദാസ് പറയുമ്പോൾ, യൂദാസിൻ്റെ ജീവിതത്തിൽ ഈ യൂദാസ് 3 വർഷക്കാലം കൂടെ നടന്ന യേശു എന്ന് പറയുന്ന വ്യക്തി യൂദാസിനെ സംബന്ധിച്ചിടത്തോളവും ബാക്കി എല്ലാവരെയും പോലെ ഒരുവൻ മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് യാതൊന്നും യേശുവിൽ നിന്ന് തിരിച്ചറിയുവാൻ യൂദാസിന് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ചോദിക്കാം, പിന്നെ എന്തിനാണ് യൂദാസ് ഈ 3 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്നത് എന്ന്? യൂദാസിൻ്റെ ലക്ഷ്യം യൂദാസിന് എന്ത് ലഭിക്കും എന്നുള്ളത് മാത്രമാണ്. യേശു തമ്പുരാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ലഭിക്കുമെന്ന് കരുതി കൂടെ കൂടിയവൻ. അവൻ്റെ ശ്രദ്ധ എപ്പോഴും അവനുള്ള ലാഭത്തിൽ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പണസഞ്ചി അവൻ്റെ കയ്യിലാണ്, അതിൽ നിന്ന് ലഭിച്ചിരുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നു എന്നൊക്കെ സുവിശേഷം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പാപിനിയായ ഒരുവൾ യേശുവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് 300 ദനാറിന് വിലയുള്ള തൈലം പൂശിക്കൊണ്ട് അവളുടെ ആകത്തുകയായ 300 ദനാറയുടെ തൈലം അവളുടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായി സമർപ്പിക്കുമ്പോൾ അത് പാഴ്ചെലവായി മാത്രം യൂദാസ് കാണുന്നുണ്ട്. അവിടെ ദരിദ്രർക്ക് അത് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി സുവിശേഷകൻ പറയുന്നുണ്ട്, അവന് ദരിദ്രരോടുള്ള അനുകമ്പ മൂലമായിരുന്നില്ല, നേരെ മറിച്ച് ഈ പണസഞ്ചിയിൽ നിന്ന് വീഴുന്നത് അവൻ എടുത്തിരുന്നത് കൊണ്ടാണ് അവൻ പ്രകാരം പറഞ്ഞത് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്, യേശുവിനെ നമ്മൾ അനുഗമിക്കുന്നത് അവനിൽ നിന്ന് എന്ത് ലഭിക്കുമെന്ന് കരുതിയാണോ, അതോ അവൻ എൻ്റെ എല്ലാമാണെന്ന തിരിച്ചറിവിലാണോ? എന്ത് ലഭിക്കുമെന്ന് കരുതിയാണെങ്കിൽ പലപ്പോഴും എൻ്റെ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം, അല്ലെങ്കിൽ എൻ്റെ കടബാധ്യതകൾ മാറ്റുന്ന ഒരുവൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമെല്ലാം തരുന്ന ഒരുവനായി കണ്ടിട്ടാണോ, അതോ അവനില്ലാതെ എൻ്റെ നിലനിൽപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണോ ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത്? പ്രിയമുള്ളവരെ, അങ്ങനെ വരുമ്പോൾ എന്ത് ലഭിക്കുമെന്ന് കരുതിയാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് എങ്കിൽ
നിന്റെ ആ താല്പര്യം തന്നെ നിന്റെ നാശത്തിന് കാരണമായി തീരാമെന്നും ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യൂദാസിന് ഈ ധനത്തോടുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദ്രവ്യത്തോടുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് വചനം പറയുന്നു. ഈ ആഗ്രഹമാണ് യൂദാസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നത്. ഇവൻ്റെ ഈ അമിതമായ ആഗ്രഹമാണ് അവൻ്റെ ജീവിതം തന്നെ അവസാനിക്കുവാൻ കാരണമായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈ അമിതമായ ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമുക്ക് ലഭിക്കുന്നതിനെ തേടിയുള്ള പരക്കം പാച്ചിലാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരില്ല. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് നാശത്തിന് കാരണമായി തീരുകയുള്ളൂ എന്ന് കൃത്യമായി വചനം പഠിപ്പിക്കുകയാണ്. സുവിശേഷം കൃത്യമായി പറയുന്നുണ്ട്, അത് വിശ്വാസത്തോടുകൂടി യേശുവിനെ സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് രക്ഷയ്ക്ക് കാരണമാവും. എന്നാൽ അവിശ്വാസത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ശിക്ഷയ്ക്ക് കാരണമായി തീരുകയുള്ളൂ എന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശുവിൻ്റെ കൂടെ നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ പോയതുകൊണ്ടോ യേശുവേ എന്ന് നിരന്തരമായി വിളിച്ചതുകൊണ്ടോ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിനക്ക് നന്മയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമെന്ന് നീ കരുതേണ്ട. വീഴുവാനുള്ള ഒരു സാധ്യത നിൻ്റെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. അതുകൊണ്ട് പിശാച് നീ എത്രമാത്രം ദൈവത്തിലേക്ക് അടുക്കുന്നുവോ അത്രമാത്രം നിന്നെ അവിടെ നിന്ന് മാറ്റുവാനായിട്ടുള്ള ഒരു ശ്രമവും പിശാചിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ് യേശുവിനെ കൂടാതെ എനിക്കൊന്നും സാധിക്കുകയില്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപകളും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തമ്പുരാൻ കൂടെയുള്ള അവസ്ഥയാണ് ഏറ്റവും പ്രധാനമെന്നുള്ള ആ തിരിച്ചറിവാണ്. മോശയെ പോലെ, ദൈവമേ നീ കൂടെ വരികയില്ല എങ്കിൽ ഈ മരുഭൂമിയിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ഞങ്ങളെ പറഞ്ഞയക്കരുതേ എന്ന് പറയുന്ന മോശ, അത് മോശയുടെ അനുഭവത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതാണ്. തമ്പുരാൻ കൂടെയുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമെന്ന് തിരിച്ചറിയുന്ന മോശ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ തമ്പുരാനോട് കൂടെയിരിക്കുവാനുള്ള ആഗ്രഹത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അതിന് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.